സ്പെയിനിൽ അതിവേഗ ട്രെയിൻ പാളം തെറ്റി എതിരെ വന്ന മറ്റൊരു ട്രെയിനിൽ ഇടിച്ചു കയറി. ദുരന്തത്തിൽ കുറഞ്ഞത് 21 പേർ മരിച്ചതായി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. തലസ്ഥാനമായ മാഡ്രിഡിൽ നിന്ന് ഏകദേശം 360 കിലോമീറ്റർ തെക്ക് കോർഡോബ പ്രവിശ്യയിലെ അദാമൂസിനടുത്താണ് അപകടം നടന്നത്. സ്പെയിനിൽ അതിവേഗ ട്രെയിനുകൾ പാളം തെറ്റി കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 75 പേരിൽ 15 പേരുടെ നില ഗുരുതരമാണെന്ന് അൻഡാലുഷ്യയുടെ പ്രാദേശിക സർക്കാർ മേധാവി ജുവാൻമ മെറിനോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുറഞ്ഞത് 21 പേർ മരിച്ചതായി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. 2 ട്രെയിനുകളിലുമായി ഏകദേശം 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം യാത്രക്കാരും സ്പെയിൻകാരാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപകടത്തിൽ അന്വേഷണം തുടങ്ങിയതായി മാഡ്രിഡിലെ അറ്റോച്ച സ്റ്റേഷനിൽ നടന്ന പത്രസമ്മേളനത്തിൽ സ്പാനിഷ് ഗതാഗത മന്ത്രി ഓസ്കാർ പുയന്റെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നേരെയുള്ള പാതയിൽ പാളം തെറ്റിയത് ശരിക്കും വിചിത്രമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തെ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് സ്പെയിന് കടുത്ത വേദനയുടെ രാത്രിയെന്ന് വിശേഷിപ്പിച്ചു. സ്പെയിനിലെ രാജകുടുംബം അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.